എല്ലാവർക്കും നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മറ്റൊരു ടോപ്പിക്കിലേക്കാണ്. തിയറീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവസാന ഭാഗമാണ് തിയറീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടത് സിമ്പിൾ തിയറീസ് ആണ്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളൊന്നുമില്ല, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാനുണ്ട്. അതുപോലെ റിക്കാർഡിയൻ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതുപോലെ മാക്സിയൻ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതുപോലെ കെലസ്കീസ് തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 3-4 തിയറീസാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആദ്യം നോക്കുന്നു മാക്സിയൻ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അത് ഫേമസ് ആണല്ലേ, കാൾ മാക്സിൻ്റെ തിയറിയാണ്. കാൾ മാക്സിൻ്റെ ഒക്കെ തിയറി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ ടേംസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ കാൾ മാക്സിൻ്റെ ഏത് തിയറി പഠിച്ചാലും ആ ജസ്റ്റ് അതിൻ്റെ ബേസിക് കോൺസെപ്റ്റുകളെല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ചെറിയ ഡിഫറൻസ് മാത്രമേ വരത്തുള്ളൂ അതിനകത്ത്. അപ്പോൾ മാക്സിയൻ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കാൾ മാക്സിൻ്റെ തിയറിയാണ്, അറിയാലോ. അപ്പോൾ കാൾ മാക്സ് എക്സ്പ്ലെയിൻസ് ഹൗ ഇൻകം ആൻഡ് വെൽത്ത് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ദ ക്ലാസസ് ക്യാപിറ്റലിസ്റ്റ്, അതായത് ബൂർഷ്വാസി അല്ലേ. ബൂർഷ്വാസി അല്ലേ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കാൻ പറയുന്നതായിട്ടില്ലേ, ബൂർഷ്വാസികൾ എന്നൊക്കെ പറയുന്ന ഒരു വാക്കുകൾ പറയുന്നതായിട്ടില്ലേ. അതുപോലെ ബൂർഷ്വാസി ആൻഡ് വർക്കേഴ്സ്, പ്രൊളിറ്റേറിയറ്റ്. വർക്കേഴ്സിനെ വിളിച്ചെന്താണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവാനാണ് വർക്കേഴ്സും ക്യാപിറ്റലിസ്റ്റും പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം യൂസ് ചെയ്ത ടേംസ് ബൂർഷ്വാസിയും പ്രൊളിറ്റേറിയറ്റുമാണ്. ബൂർഷ്വാസി അതുപോലെ പ്രൊളിറ്റേറിയറ്റ്. അദ്ദേഹത്തിൻ്റെ ബുക്കായ ഡാസ് ക്യാപിറ്റലൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കും. ക്യാപിറ്റലിസ്റ്റിനെ പ്രതിദാനം ചെയ്യാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബൂർഷ്വാസി എന്നാണ്. അതുപോലെ വർക്കേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പ്രൊളിറ്റേറിയറ്റ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം നമുക്ക്. കാൾ മാക്സ് എക്സ്പ്ലെയിൻസ് ഹൗ ഇൻകം ആൻഡ് വെൽത്ത് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ദ ക്ലാസസ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് വർക്കേഴ്സ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ്, ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. അതായത് എങ്ങനെയാണ് ആ ഇൻകം മീൻസ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ വെൽത്ത് അല്ലെങ്കിൽ നാഷണൽ ഔട്ട്പുട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആർക്കിടയിൽ? ബിറ്റ്വീൻ ദ ക്ലാസസ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് വർക്കേഴ്സ്. അതായത് ഒരു ഇക്കോണമിയിൽ 2 ഗ്രൂപ്പുകളാണ് ഉണ്ടെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ആരൊക്കെയാണ്? ക്യാപിറ്റലിസ്റ്റും അതുപോലെ വർക്കേഴ്സും. അവർക്കിടയിൽ നാഷണൽ ഇൻകം അല്ലെങ്കിൽ നാഷണൽ വെൽത്ത് അല്ലെങ്കിൽ നാഷണൽ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? മനസ്സിലായില്ലേ? ഇതാണ് എന്തെന്ന് പറയുന്നത് മാക്സിയൻ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ക്യാപിറ്റലിസ്റ്റ് അദ്ദേഹം ബൂർഷ്വാസി എന്ന് വിളിച്ചു, വർക്കേഴ്സിനെ പ്രൊളിറ്റേറിയറ്റ്സ് എന്ന് വിളിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ആൻഡ് ഹൗ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ ലീഡ്സ് ടു പ്രോഫിറ്റ് ജനറേഷൻ. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്? ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്, ഈക്വൽ ആയിട്ടാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്? അല്ല, അവിടെ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. നമ്മളിനി പഠിക്കും. ക്യാപിറ്റലിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? മാക്സിമം ആരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്? ലേബറേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൗ എക്സ്പ്ലോയിറ്റേഷൻ, എങ്ങനെയാണ് ചൂഷണം? ആരെ ചൂഷണം ചെയ്യുന്നത്? ഓഫ് ലേബേഴ്സിനെ ചൂഷണം ചെയ്യുന്നത് എങ്ങനെയാണ്? ലീഡ്സ് ടു പ്രോഫിറ്റ് ജനറേഷൻ, ലാഭം വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? ലേബേഴ്സിനെ ചൂഷണം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ക്യാപിറ്റലിസ്റ്റുകൾ ലാഭം വർദ്ധിപ്പിക്കുന്നത് എന്നുമാണ് മാക്സിയൻ തിയറിയിൽ പറയുന്നത്. ക്ലിയർ ആണല്ലോ? കണ്ടന്റ് ക്ലിയർ ആണല്ലോ? ഇനി മാക്സ് ബിലീവ്ഡ് ദാറ്റ് വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ സോഷ്യലി നെസസറി ലേബർ ടൈം റിക്വയർഡ് ഫോർ ഇറ്റ്സ് പ്രൊഡക്ഷൻ. അപ്പോൾ മാക്സ് ബിലീവ്ഡ് ദാറ്റ്, മാർക്സ് വിശ്വസിച്ചു, ദ വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി, ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത്, ഒരു കമ്മോഡിറ്റിയുടെ മൂല്യം എന്ന് പറയുന്നത് ഈസ് ഡിറ്റർമിൻഡ് ബൈ, നിർണ്ണയിക്കുന്നു. ആരാണ് നിർണ്ണയിക്കുന്നത്? സോഷ്യലി നെസസറി ലേബർ ടൈം റിക്വയർഡ് ഫോർ ഇറ്റ്സ് പ്രൊഡക്ഷൻ. അതായത് ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ലേബർ ടൈം ഉണ്ടാകും. അതായത് ഒരു വസ്തു നിർമ്മിക്കാൻ, ഇപ്പോൾ ഒരു പേനയാകട്ടെ അല്ലെങ്കിൽ ഒരു പെൻസിലാകട്ടെ അല്ലെങ്കിൽ ഒരു വാച്ച് ആകട്ടെ, അത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് എത്ര ലേബർ ടൈം, എത്ര സമയം ഒരു ലേബർ പണിയെടുക്കണം അല്ലെങ്കിൽ ലേബറേഴ്സ് പണിയെടുക്കണം. അപ്പോൾ അതാണ് ലേബർ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഡിറ്റർമിൻഡ്, ഒരു സാധനത്തിന്റെ മൂല്യം നിർണ്ണയിക്കുന്ന ആരാണ്? ലേബർ ടൈം റിക്വയർഡ് ഫോർ ഇറ്റ്സ് പ്രൊഡക്ഷൻ. അതിന് ആ സാധനം ഉൽപ്പാദിപ്പിക്കാൻ എത്രമാത്രം ലേബർ അവേഴ്സായി, ലേബർ ടൈമായി, തൊഴിലാളികൾ എത്ര സമയം വർക്ക് ചെയ്തു, എത്ര ഡേയ്സ് വർക്ക് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്യേണ്ടി വന്നു, അതാണ് ആ സാധനത്തിന്റെ മൂല്യം എന്ന് ആര് വിശ്വസിച്ചു? കാൾ മാക്സ് വിശ്വസിച്ചു. അപ്പോൾ ഇതിനെയൊക്കെ ഒപ്പോസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെയൊക്കെ നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഖണ്ഡിക്കാൻ പറ്റും. പക്ഷേ ഇത് കാൾ മാക്സിന്റെ വ്യൂ ആണ്, അദ്ദേഹത്തിന്റെ തിയറിയാണ്. അപ്പോൾ അതേ അർത്ഥത്തിൽ നമുക്ക് പഠിച്ചല്ലേ പറ്റൂ. ഓക്കെ, അപ്പോൾ കാൾ മാക്സ് ബിലീവ്ഡ് ദാറ്റ് വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഡിറ്റർമിൻഡ്, ഒരു സാധനത്തിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? സോഷ്യലി നെസസറി ലേബർ ടൈം റിക്വയർഡ് ഫോർ ഇറ്റ്സ് പ്രൊഡക്ഷൻ. ഒരു സാധനത്തിന്റെ അല്ലെങ്കിൽ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ എന്താണ്? ലേബർ ടൈം ആണ് അതിനെ നിർണ്ണയിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ലേബർ ഈസ് ദ ഓൺലി സോഴ്സ് ഓഫ് വാല്യൂ. അതായത് ഉൽപ്പന്ന മൂല്യത്തിന്റെ ഒരേ ഒരു സോഴ്സ് അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന് മൂല്യം ഉണ്ടാകുന്നത് ആരിൽ നിന്നാണ്? ലേബറിൽ നിന്നാണെന്നാണ് ആര് വിശ്വസിക്കുന്നത്? കാൾ മാക്സ് വിശ്വസിക്കുന്നത്. അല്ലാതെ എന്തിൽ നിന്നല്ല, ടെക്നോളജിയിൽ നിന്നുള്ളോ ക്യാപിറ്റലിൽ നിന്നോ അല്ല. പിന്നെയോ
ഒരു സാധനത്തിൻ്റെ മൂല്യം ഉണ്ടാകുന്ന ഒരു ഉൽപ്പന്നത്തിൻ്റെ മൂല്യം കംസ് ഫ്രം ലേബർ, ഓൺലി ഫ്രം ലേബർ. എവിടെ നിന്നാണ് വരുന്നത്? ഓൺലി ഫ്രം ലേബർ. ലേബറിൽ നിന്നാണ് ഒരു സാധനത്തിൻ്റെ മൂല്യം വരുന്നതെന്ന് ആര് വിശ്വസിക്കുന്നു? കാൾ മാക്സ് വിശ്വസിക്കുന്നു. അക്കോർഡിംഗ് ടു മാക്സ്, ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് സൊസൈറ്റി, മാക്സിന്റെ അഭിപ്രായത്തിൽ ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് സൊസൈറ്റി, ഒരു സൊസൈറ്റിയുടെ ടോട്ടൽ ഔട്ട്പുട്ട് ഓർ നാഷണൽ പ്രോഡക്റ്റ്, ടോട്ടൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നാഷണൽ പ്രോഡക്റ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ടു 3 മെയിൻ പാർട്സ്. എത്ര മെയിൻ പാർട്സ് ആയിട്ട്? 3 പ്രധാനപ്പെട്ട പാർട്ടുകളായിട്ട് തിരിക്കുന്നു. അപ്പോൾ മാക്സിന്റെ അഭിപ്രായത്തിൽ ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് സൊസൈറ്റി, ഒരു സൊസൈറ്റിയുടെ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാഷണൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ടു 3 മെയിൻ പാർട്സ്. എത്ര മെയിൻ പാർട്സ് ആയിട്ട്? 3 പ്രധാന ഭാഗങ്ങളായിട്ട് തിരിക്കാം. അപ്പോൾ ദേശീയ ഉൽപ്പന്നം എന്ത് ചെയ്യുന്നു? ക്യാപിറ്റലിസ്റ്റിനിടയിലും അതുപോലെ ആർക്കിടയിൽ, പ്രൊലറ്റേറിയറ്റ്സ് വർക്കേഴ്സിനിടയിലും വിതരണം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ ടോട്ടൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു? 3 ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. 3 മെയിൻ പാർട്സ്, 3 ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു. കാര്യം 2 കൂട്ടർക്കിടയിലാണ് വിതരണം ചെയ്യപ്പെടുന്നത്, അത് ശരിയാണ്. പക്ഷേ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നു. നോക്ക്, ടോട്ടൽ പ്രോഡക്റ്റ് ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്: C+V+S. നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ ഇക്കണോമിക് ഗ്രോത്ത് മോഡൽസിൽ മാക്സിൻ തിയറി പറഞ്ഞപ്പോൾ ഇതൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതറിയാവുന്നവർക്ക് ഈസിയാണത്. അപ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു C+V+S. അതാണ് ഈ 3 പാർട്ട് എന്ന് പറയുന്നത്. ടോട്ടൽ പ്രോഡക്റ്റിന്റെ 3 പാർട്ട് ഇതാണ്, C+V+S. ഇത് 3 കൂടി ചേരുന്നതാണ് എന്ത്? ടോട്ടൽ പ്രോഡക്റ്റ്. ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, C+V+S. സി എന്താണ്? കോൺസ്റ്റന്റ് ക്യാപിറ്റൽ. സി എന്താണ്ട്? കോൺസ്റ്റന്റ് ക്യാപിറ്റൽ. അല്ലെങ്കിൽ നമുക്ക് പറയാം വാല്യൂ ഓഫ് മെഷീനറി, റോ മെറ്റീരിയൽസ്. വാല്യൂ ഓഫ് മെഷീനറി, മെഷീനറിയുടെ അതുപോലെ റോ മെറ്റീരിയൽസിന്റെ വാല്യൂ ആണ് ഏത്? സി എന്ന് പറയുന്നത്, കോൺസ്റ്റന്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വി എന്താണ്? വേരിയബിൾ ക്യാപിറ്റൽ. വേജസ് പെയ്ഡ് ടു ലേബർ. ലേബർ എന്ന് വെച്ചാൽ വേരിയബിൾ അല്ലേ? വേരിയബിൾ ക്യാപിറ്റൽ ആണ്. അപ്പോൾ അദ്ദേഹം വിളിച്ചത്, ലേബേഴ്സിനെ വിളിച്ച വേരിയബിൾ ക്യാപിറ്റൽ ആണ് വി. അതെന്താണ്? വേജസ് പെയ്ഡ് ടു ലേബർ. വി എന്ന് പറയുന്നത് വേജസ്. അതായത് ടോട്ടൽ ഔട്ട്പുട്ടിൽ നിന്നും ആരുടെ വാല്യൂ? മെഷീനറിക്കും റോ മെറ്റീരിയൽസിന് പോകുന്ന വാല്യൂ ആണ് സി എന്ന് പറയുന്നത്. ഇനി ലേബറേഴ്സിന് പോകുന്ന വാല്യൂ ആണ് വി എന്ന് പറയുന്നത്. കാരണം ഈ നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഇടയിലല്ലേ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഇനി എസ് എന്താണ്? സർപ്ലസ് വാല്യൂ. എസ് എന്താണ്ട്? സർപ്ലസ് വാല്യൂ. അതായത് പ്രോഫിറ്റ്സ്, ഇൻട്രസ്റ്റ്, റെന്റ് എക്സെട്ര. പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ്, റെന്റ് ഇത് മൊത്തം ആരാണ് കൈവശപ്പെടുത്തുന്നത്? ക്യാപിറ്റലിസ്റ്റ്. ആർക്ക് കിട്ടൂല? ലേബേഴ്സിന് കിട്ടൂല. ലേബറേഴ്സ് ഗെറ്റ് ഓൺലി വേജസ്. ലേബറേഴ്സിന് എന്ത് മാത്രമേ കിട്ടൂ? ഓൺലി വേജസ്. അവർക്ക് വേജസ് മാത്രമേ കിട്ടുകയുള്ളൂ. പക്ഷേ ഈ സിയും എസും കിട്ടുന്നത് ആർക്കാണ്? ആർക്കാണ്ട് കിട്ടുന്നത്? പിന്നെ ക്യാപിറ്റലിസ്റ്റിനാണ്. എസ് ആണ് പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ്, റെന്റ്. ഇത് ആർക്ക് കിട്ടുന്നു? ആ ക്യാപിറ്റലിസ്റ്റിന് കിട്ടുന്നു. ഇതാണ് ഇതിന്റെ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഡിവിഷൻ എന്ന് പറയുന്നത്, നാഷണൽ ഔട്ട്പുട്ടിന്റെ ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോൺസ്റ്റന്റ് ക്യാപിറ്റലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാണ്. കോൺസ്റ്റന്റ് ക്യാപിറ്റൽ എന്താണ്? കോൺസ്റ്റന്റ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്തിന്റെ വാല്യൂ ആണ്? മെഷീനറിയുടെ വാല്യൂ ആണ് അല്ലേ? എക്യുപ്മെന്റ്സിന്റെ വാല്യൂ ആണ്, ക്യാപിറ്റലിന്റെ വാല്യൂ ആണ്. ദിസ് പാർട്ട് സിംപ്ലി പാസസ് ഇറ്റ്സ് വാല്യൂ ടു ദ ന്യൂ പ്രോഡക്റ്റ്. ഇതിന്റെ ഈ കോൺസ്റ്റന്റ് ക്യാപിറ്റലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ദിസ് പാർട്ട്, ഈ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ സിംപ്ലി പാസസ് ഇറ്റ്സ് വാല്യൂ. ഈ കോൺസ്റ്റന്റ് ക്യാപിറ്റലിന്റെ വാല്യൂ, കാരണം കോൺസ്റ്റന്റ് ക്യാപിറ്റൽ മെഷീനറി ഒക്കെയാണ് കോൺസ്റ്റന്റ് ക്യാപിറ്റൽ. ഇത് ഉൽപ്പാദിപ്പിച്ച് അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഉൽപ്പാദനം നടത്തുന്നത്. ആരോടൊപ്പം? ലേബറേഴ്സിനോടൊപ്പം. അപ്പോൾ ഇവരെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇതിന്റെ വാല്യൂ ഏതിലുണ്ട്? ഉൽപ്പന്നത്തിലുണ്ട്. പിന്നെ ആര് പറഞ്ഞത്? മാക്സ് പറഞ്ഞത് ഒരു ഔട്ട്പുട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് എവിടെ? അതിന്റെ സോഴ്സ് ലേബറർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് ഈ കോൺസ്റ്റന്റ് ക്യാപിറ്റലിനെ അദ്ദേഹം പരിഗണിച്ചില്ല? നോക്കിയേ, ദിസ് പാർട്ട് സിംപ്ലി അല്ലെ, ദിസ് പാർട്ട് എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ സിംപ്ലി പാസസ് ഇറ്റ്സ് വാല്യൂ ടു ന്യൂ പ്രോഡക്റ്റ്. അതിന്റെ വാല്യൂ എന്തിലേക്ക്? ആ ന്യൂ പ്രോഡക്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുന്നു. സിംപ്ലി പാസ് എന്ന് വെച്ചാൽ ജസ്റ്റ് അതിന്റെ വാല്യൂ പാസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഉൽപ്പാദനം നടത്തുന്നു എന്ന് വെച്ചാൽ അവരെന്താണോ പിന്നെ അതിന്റെ വാല്യൂ, ആ വാല്യൂവിന് അനുസരിച്ചേ ഉൽപ്പാദനം നടത്തുന്നുള്ളൂ. അതാണ് സിമ്പിൾ മീനിങ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു മെഷീനറിയുടെ വാല്യൂ 1000 രൂപയെന്ന് വെച്ചോ, ഈ 1000 രൂപയ്ക്കുള്ള ഉൽപ്പാദനമേ അവർ നടത്തത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് ന്യൂ വാല്യൂ. അവരെന്ത് ചെയ്യുന്നില്ല? പുതിയ വാല്യൂ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ആര്? കോൺസ്റ്റന്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മെഷീനറി അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് പുതിയ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ എക്സ്ട്രാ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അവർക്ക് എന്താണോ വാല്യൂ, ആ ക്യാപിറ്റൽ എന്താണോ വാല്യൂ, അത് മാത്രമാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അതായത് ഔട്ട്പുട്ടിലൂടെ കിട്ടുന്ന അതാണ്. എന്നാൽ വേരിയബിൾ ക്യാപിറ്റലിന്റെ പ്രത്യേകത എന്താണ്? ദ വാല്യൂ പെയ്ഡ് ടു വർക്കേഴ്സ് ആർ വേജസ്. വേരിയബിൾ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? ദ വാല്യൂ പെയ്ഡ് ടു വർക്കേഴ്സ് ആർ വേജസ്. അല്ലേ? പിന്നെ വർക്കേഴ്സിന് കൊടുക്കുന്ന എന്ത്? വേജസിനെയാണ്, പിന്നെ വർക്കേഴ്സിന്റെ വാല്യൂവിനെയാണ് അല്ലെങ്കിൽ വേജസിനെയാണ് എന്തെന്ന് പറയുന്നത്? വേരിയബിൾ ക്യാപിറ്റൽ. ലേബർ ഈസ് പ്രൊഡക്റ്റീവ്. കോൺസ്റ്റന്റ് ക്യാപിറ്റൽ പോലെയല്ല, ലേബർ എന്താണ്? പ്രൊഡക്റ്റീവ് എന്നാണ് മാക്സ് പറയുന്നത്. ഇറ്റ് ക്രിയേറ്റ്സ് ന്യൂ വാല്യൂ ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ഓൺ കോസ്റ്റ്. അവരെന്ത് ചെയ്യുന്നു? ന്യൂ വാല്യൂ ക്രിയേറ്റ്സ് ന്യൂ വാല്യൂ ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് കോസ്റ്റ്. അവരുടെ കോസ്റ്റിനേക്കാൾ അവർക്കൊരു വാല്യൂ ഉണ്ടല്ലോ, ലേബറേഴ്സിനൊരു വാല്യൂ ഉണ്ട്. അതാണ് കോസ്റ്റ് എന്ന്, അവരുടെ വേജ് എന്ന് പറയുന്നത്. ആ വേജിനേക്കാൾ, അവർക്ക് കിട്ടുന്ന വേജിനേക്കാൾ അല്ലെങ്കിൽ അവരുടെ കോസ്റ്റിനേക്കാൾ, അവരുടെ വിലയേക്കാൾ കൂടുതൽ അവരെന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യുന്നു.
എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു 1000 രൂപയാണ് ഒരു ലേബറിൻ്റെ വാല്യൂ എങ്കിൽ, പക്ഷേ അവരിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 2000-ഉം 3000-ഉം ഒക്കെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അവർ പുതിയ ഔട്ട്പുട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്ന വാല്യൂ വളരെ കൂടുതലായിരിക്കും. മനസ്സിലായില്ലേ? കൂടുതലായിട്ട് അവർ കോൺട്രിബ്യൂഷൻ നടത്തുന്നു. ഇതാണ് ഉൽപ്പന്നത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ പക്ഷേ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ എന്താണ്? അവരുടെ വാല്യൂവിന് തുല്യമായിട്ടേ അവർ പുതിയ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ വേരിയബിൾ ക്യാപിറ്റൽ എന്താണ്? ഔട്ട്പുട്ടിലൂടെ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ പുതിയ വാല്യൂ ആണ്. ആ ഔട്ട്പുട്ട് പുതിയ വാല്യൂ, ന്യൂ വാല്യൂ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വരുന്നത്? കംസ് ഫ്രം ലേബറേഴ്സിൽ നിന്നാണ് വരുന്നത്. കോൺസെപ്റ്റ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി സർപ്ലസ് വാല്യൂ, ദ പോർഷൻ ഓഫ് ദ ലേബറേഴ്സ് ഔട്ട്പുട്ട് അപ്രോപ്രിയേറ്റഡ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ് വിത്തൗട്ട് ഈക്വലന്റ് കോമ്പൻസേഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വേരിയബിൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ വാല്യൂ, ഔട്ട്പുട്ടിൽ ന്യൂ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. അതായത് അവരുടെ കോസ്റ്റിനേക്കാൾ കൂടുതൽ, അവർക്ക് കിട്ടുന്ന വേജിനേക്കാൾ കൂടുതൽ വാല്യൂ അവരെവിടെ ഔട്ട്പുട്ടിൽ സൃഷ്ടിക്കുന്നു, ആ ഫേമിൽ സൃഷ്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദ പോർഷൻ ഓഫ് ദ ലേബറേഴ്സ് ഔട്ട്പുട്ട് അപ്രോപ്രിയേറ്റഡ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ്. ലേബറേഴ്സിന്റെ ഔട്ട്പുട്ട്, അല്ലെ, പോർഷൻ ഓഫ് ദ ലേബറേഴ്സ് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ഇവരെ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന പോർഷൻ, ഇവരുടെ കോസ്റ്റ് കഴിഞ്ഞിട്ട് എക്സ്ട്രാ അവർ കൂടുതൽ വാല്യൂ കൊടുക്കുന്നുണ്ടല്ലോ, അതായത് കൂടുതൽ വാല്യൂ ലേബറേഴ്സിൽ നിന്ന് ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നു? അപ്രോപ്രിയേറ്റഡ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ്. ആര് തട്ടിയെടുക്കുന്നു? ക്യാപിറ്റലിസ്റ്റ് തട്ടിയെടുക്കുന്നു. എന്ന് വെച്ചാൽ ലേബറേഴ്സിന് 1000 രൂപയെ കിട്ടിയുള്ളൂ, അവരുടെ വാല്യൂ 1000 ആണ്, അവർക്ക് നിശ്ചയിച്ച വാല്യൂ 1000 ആണ്. പക്ഷേ അവരുടെ ഫലമായിട്ട് ഔട്ട്പുട്ടിന്റെ വിലയെന്ന് പറയുന്നത് എത്രയാണ്? 3000 രൂപയാണെന്ന് വെച്ചാൽ അവരുടെ ശ്രമഫലമായിട്ട് ഔട്ട്പുട്ടിന്റെ വാല്യൂ 3000 രൂപയാണ്. ബാക്കി 2000 ഇല്ലേ, അത് ക്യാപിറ്റലിസ്റ്റ് ആർക്ക് കൊടുക്കൂല? ലേബറേഴ്സിന് കൊടുക്കൂല. അത് ആര് തട്ടിയെടുക്കുന്നു? ആര് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു? അത് ക്യാപിറ്റലിസ്റ്റ് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു. ഇവർക്ക് തുച്ഛമായ വേതനം മാത്രമേ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ആ തുച്ഛമായ വേതനമുള്ളവരാണ് ഇത്രയും വാല്യൂ ഔട്ട്പുട്ടിൽ സൃഷ്ടിച്ചു കൊടുത്തത്. പക്ഷെ അത് ആ വാല്യൂ ഇവർക്ക് കിട്ടുന്നില്ല. അതാണ് ആ സർപ്ലസ് വാല്യൂ കിട്ടുന്നില്ല. എങ്ങനെ? വിത്തൗട്ട് ഈക്വലന്റ് കോമ്പൻസേഷൻ. എന്ത് കൊടുക്കാതെ? അവർക്ക് തുല്യമായ കോമ്പൻസേഷൻ കൊടുക്കാതെ, ആ ഔട്ട്പുട്ടിൽ നിന്ന് കിട്ടിയ എക്സ്ട്രാ വാല്യൂ അവരുടെ കോമ്പൻസേഷൻ ആയിട്ട്, ഇക്വലന്റ് ആയിട്ട് കൊടുക്കാതെ ഇവരെന്ത് ചെയ്യുന്നു? ഇത് ആര് തട്ടിയെടുക്കുന്നു? പിന്നെ ഈ ക്യാപിറ്റലിസ്റ്റുകൾ തട്ടിയെടുക്കുന്നു. അപ്പോൾ ഇതാണ് സർപ്ലസ് വാല്യൂ. അപ്പോൾ എന്താണ് സർപ്ലസ് വാല്യൂ? ദ പോർഷൻ ഓഫ് ദ ലേബറേഴ്സ് ഔട്ട്പുട്ട്, ലേബറേഴ്സിന്റെ ഔട്ട്പുട്ടിന്റെ ഒരു പോർഷൻ എന്ന് വെച്ചാൽ അവർ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യുന്ന പോർഷൻ അപ്രോപ്രിയേറ്റഡ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ് തട്ടിയെടുക്കുന്നു. വിത്തൗട്ട് ഈക്വലന്റ് കോമ്പൻസേഷൻ, അവർ ഇക്വലന്റ് ആയ കോമ്പൻസേഷൻ ഒന്നും കൊടുക്കാതെ, എന്ന് വെച്ചാൽ ഇവർ എക്സ്ട്രാ ജോലി ചെയ്തതല്ലേ, ഇവരിൽ നല്ല ബെനിഫിറ്റ് ഉണ്ടായത്, അതിന് പകരമായിട്ടൊന്നും കൊടുക്കാതെ ഇതങ്ങ് തട്ടിയെടുക്കുന്നു. ദിസ് ഈസ് ദ സോഴ്സ് ഓഫ് പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് റെന്റ്. ഈ സർപ്ലസ് വാല്യൂ ആണ് എന്തിന്റെ സോഴ്സ്? പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് റെന്റ്. പ്രോഫിറ്റ് ആയിട്ട്, ഇൻട്രസ്റ്റ് ആയിട്ട്, റെന്റ് ആയിട്ട് ആർക്ക് കിട്ടുന്നത്? ക്യാപിറ്റലിസ്റ്റിന് കിട്ടുന്നത്. അതെന്ന് പറയുന്നത് ആരിൽ നിന്നാണ് വന്നത്? ഓൺലി ഫ്രം ലേബറേഴ്സ് ആണ് സൃഷ്ടിച്ചു കൊടുത്തത്. അല്ലാതെ ആരല്ല? ക്യാപിറ്റൽ അല്ല സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ലാൻഡ് അല്ല സൃഷ്ടിച്ചത്. ദ സെൻട്രൽ ഫീച്ചർ ഓഫ് മാക്സിയൻ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മുഖ്യമായിട്ടുള്ള പ്രത്യേകത, മാക്സിയം ഡിസ്ട്രിബ്യൂഷൻ തിയറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ. ലേബേഴ്സിന്റെ എക്സ്പ്ലോയിറ്റേഷൻ ആണ്, ലേബേഴ്സിന്റെ ചൂഷണമാണ്. ലേബേഴ്സിനെ എങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ലേബേഴ്സിനെ പരമാവധി ചൂഷണം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏതിന്റെ പ്രത്യേകത? മാക്സിയൻ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വർക്കേഴ്സ് ആർ പെയ്ഡ് ഓൺലി ഇനഫ് ടു മെയിൻറ്റെയിൻ ദെയർ സബ്സിസ്റ്റൻസ്. നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ക്ലാസിക്കൽ തിയറീസ് എല്ലാം പറയുന്നത് എന്താണ്? വർക്കേഴ്സ് ആർ പെയ്ഡ് ഓൺലി ഇനഫ് ടു മെയിൻറ്റെയിൻ ദെയർ സബ്സിസ്റ്റൻസ്. വർക്കേഴ്സിന് എന്ത് ചെയ്യുന്നു? ആർ പെയ്ഡ്, വർക്കേഴ്സിന് പേയ്മെന്റ് കൊടുക്കുന്നു. ഓൺലി ഇനഫ് ടു മെയിൻറ്റെയിൻ ദെയർ സബ്സിസ്റ്റൻസ്. അവരുടെ സബ്സിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് ശരിക്കും പറഞ്ഞാൽ സബ്സ്റ്റൻസ് വേജ് ആണ് ഇവർക്ക് കിട്ടുന്നത്. അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വേതനം മാത്രമേ ആർക്ക് കിട്ടുന്നു വെച്ചാൽ മിനിമം വേജസ് മാത്രമേ വർക്കേഴ്സിന് കിട്ടുന്നുള്ളൂ. മനസ്സിലായല്ലോ? ഇനി ബട്ട് അങ്ങനെ മിനിമം വേജസ് മേടിച്ചുകൊണ്ട് ദേ വർക്ക് മോർ ലേബർ അവേഴ്സ് ദാൻ നെസസറി ടു ക്രിയേറ്റ് ദിസ് വാല്യൂ. അതായത് ബട്ട് ദേ വർക്ക് മോർ അവേഴ്സ്, ഈ മിനിമം വേതനം മാത്രം നേടിക്കൊണ്ട് ഇവർ കൂടുതൽ സമയം ഇവർ പണിയെടുക്കേണ്ടി വരുന്നു. ദാൻ നെസസറി ടു ക്രിയേറ്റ് ദിസ് വാല്യൂ എന്ന് വെച്ചാൽ ഈ സബ്സ്റ്റൻസിന്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ ഒരു സമയം ജോലി ചെയ്യണമല്ലോ, അതിനേക്കാൾ കൂടുതൽ സമയം അവരെന്ത് ചെയ്യുന്നു? അവർ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു സ്ഥാപനത്തിൽ ഒരു വർക്കർക്ക് ശമ്പളം കിട്ടാനായിട്ട് അവർ 5 മണിക്കൂർ ജോലി ചെയ്യണമെന്ന് വെച്ചോ. ശമ്പളം കിട്ടാനായിട്ട് എത്ര മണിക്കൂർ? 5 ലേബർ അവേഴ്സ് പണിയെടുക്കണം. പക്ഷേ അവരെ കൊണ്ട് എന്ത് ചെയ്യുന്നു? 15 മണിക്കൂർ ജോലി ചെയ്യിപ്പിക്കുന്നത് കരുതുക. 15 മണിക്കൂർ ജോലി ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇവർക്ക് വേതനം കൊടുക്കാൻ 5 മണിക്കൂർ ജോലി ചെയ്താൽ മതി. ബാക്കി 10 മണിക്കൂർ ഉണ്ടല്ലോ,
ആ 10 മണിക്കൂറാണ് സർപ്ലസ് വാല്യൂ. 10 മണിക്കൂറിന്റെ വാല്യൂ ആണ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. ദ എക്സ്ട്രാ അൺപെയ്ഡ് ലേബർ ടൈം, ഞാൻ പറഞ്ഞില്ലേ ദിസ് എക്സ്ട്രാ അൺപെയ്ഡ് ലേബർ ടൈം. കാരണം 15 മണിക്കൂർ ജോലി ചെയ്തു, 5 മണിക്കൂറത്തെ ലേബർ ടൈം മതി, ആ ലേബർ ടൈമിന്റെ വാല്യൂ മതി ഇവർക്ക് വേജ് കൊടുക്കാൻ. പക്ഷെ ഇവിടെ നോക്ക്, ദിസ് എക്സ്ട്രാ അൺപെയ്ഡ് ലേബർ ടൈം, ഈ അൺപെയ്ഡ് ആയിട്ടുള്ള ലേബർ ടൈം, എക്സ്ട്രാ ആയിട്ടുള്ള ലേബർ ടൈം ഈസ് ദ സോഴ്സ് ഓഫ് സർപ്ലസ് വാല്യൂ. ഇതാണ് ഏതിന്റെ സോഴ്സ്? സർപ്ലസ് വാല്യൂവിന്റെ സോഴ്സ്. വിച്ച് ദ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് അപ്രോപ്രിയേറ്റ്സ്. ഇത് ആര് തട്ടിയെടുക്കുന്നു? ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നു. എന്ന് വെച്ചാൽ അമിതമായിട്ട് എന്ത് ചെയ്യുന്നു? ഇവരെ ചൂഷണം ചെയ്യുന്നു. ഓക്കെ, കുറഞ്ഞ സമയത്തിൽ അല്ലെ, പിന്നെ കുറച്ച് വേതനം മാത്രം കൊടുത്തുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു? കൂടുതൽ സമയം പണിയെടുപ്പിച്ച് ചൂഷണം ചെയ്യുന്നു. ദിസ് എക്സ്പ്ലോയിറ്റേഷൻ മെഷേഴ്സ് ബൈ ദ റേറ്റ് ഓഫ് സർപ്ലസ് വാല്യൂ. ഈ ചൂഷണം എന്തിലൂടെയാണ് മെഷർ ചെയ്യപ്പെടുന്നത്? റേറ്റ് ഓഫ് സർപ്ലസ് വാല്യൂയിലൂടെ. സർപ്ലസ് വാല്യൂയിലൂടെയാണിത് എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യപ്പെടുന്നത്. ഈ റേറ്റ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് വർക്കേഴ്സിനെ ചൂഷണം ചെയ്യുന്നത്, ആ റേറ്റ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ എന്തിലൂടെയാണ് മെഷർ ചെയ്യപ്പെടുന്നത്? റേറ്റ് ഓഫ് സർപ്ലസ് വാല്യൂ, സർപ്ലസ് വാല്യൂവിന്റെ നിരക്കിലൂടെയാണ്. അപ്പോൾ അതറിയണം. റേറ്റ് ഓഫ് സർപ്ലസ് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? എസ് ബൈ വി. എസ് ബൈ വി. റേറ്റ് ഓഫ് സർപ്ലസ് വാല്യൂ ഈസ് ഈക്വൽ ടു എസ് ബൈ വി. എസ് എന്ന് വെച്ചാൽ എന്താണ്? സർപ്ലസ് വാല്യൂ. വി എന്താണ്? വാല്യൂ ഓഫ് വേരിയബിൾ ക്യാപിറ്റൽ, അവർക്ക് കൊടുത്ത വേജസ്. അപ്പൊ സർപ്ലസ് വാല്യൂ ബൈ വി ആണെന്ന് പറയുന്നത് റേറ്റ് ഓഫ് സർപ്ലസ് വാല്യൂ. ആ റേറ്റ് ഓഫ് സർപ്ലസ് വാല്യൂ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ എന്ത് മെഷർ ചെയ്യപ്പെടുന്ന? എക്സ്പ്ലോയിറ്റേഷൻ മെഷർ ചെയ്യപ്പെടുന്ന. അപ്പൊ റേറ്റ് ഓഫ് സർപ്ലസ് വാല്യൂന്റെ ഇക്വേഷൻ എന്താണ്ട്? എസ് ബൈ വി. ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. റേറ്റ് ഓഫ് സർപ്ലസ് വാല്യൂ എസ് ബൈ വി. ഇനി ക്യാപിറ്റലിസ്റ്റ് റിസീവ് ഇൻകം ആസ് പ്രോഫിറ്റ്സ്, ഇൻട്രസ്റ്റ് ആൻഡ് റെന്റ് all derived from surplus value. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ക്യാപിറ്റൽ റിസീവ് ഇൻകം ആസ് പ്രോഫിറ്റ്. അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, റെന്റ് കിട്ടുന്നുണ്ട്. ആൾ ഡിറൈവ്ഡ് ഫ്രം സർപ്ലസ് വാല്യൂ. ഇതെല്ലാം ഏതിൽ നിന്നാണ് കിട്ടുന്നത്? സർപ്ലസ് വാല്യൂവിൽ നിന്നാണ് കിട്ടുന്നത്. ഓർ ഫ്രം ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബറേഴ്സ്. സർപ്ലസ് വാല്യൂ എന്ന് വെച്ചാൽ എക്സ്പ്ലോയിറ്റേഷൻ ആണ്, ലേബേഴ്സിന്റെ എക്സ്പ്ലോയിറ്റേഷൻ. ആ എക്സ്പ്ലോയിറ്റ് ചെയ്ത വാല്യൂ ആണ് അവർ പല രൂപത്തിൽ അവർക്ക് കിട്ടുന്നത്. പ്രോഫിറ്റ് എന്ന പേരിലും, റെന്റ് എന്ന പേരിലും, ഇൻട്രസ്റ്റ് എന്ന പേരിലും അവർക്ക് കിട്ടുന്നത്. വെച്ചാൽ ഈ എക്സ്ട്രാ സർപ്ലസ് വാല്യൂ ക്രിയേറ്റ് ചെയ്തത് ഇപ്പോൾ ആരാണ്? ലേബർ, ഓൺലി ലേബറേഴ്സ്. A portion of the surplus value is reinvested and capital accumulation, and this leads to capital accumulation. A portion of the surplus value, surplus valueന്റെ ഒരു പങ്ക്, കാരണം ഇൻട്രസ്റ്റും റെന്റും കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ആണ്, അതാണ് ഒരു പങ്ക് ഉദ്ദേശിക്കുന്നത്. A portion of the surplus value is reinvested. അവരെന്ത് ചെയ്യുന്നു? ക്യാപിറ്റലിസ്റ്റുകൾ ഈ സർപ്ലസ് വാല്യൂന്റെ ഒരു പങ്ക്, കാര്യം ഇവർക്ക് കിട്ടിയ എക്സ്ട്രാ പ്രോഫിറ്റ് അല്ലേ, അത് അവർ റീഇൻവെസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ക്യാപിറ്റൽ അക്യുമുലേഷൻ, അതുപോലെ ക്യാപിറ്റൽ അക്യുമുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെ, മൂലധന സ്വരൂപണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, മൂലധന സ്വരൂപണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ. ഹവർ ഓവർ ടൈം, കാലം കഴിയുമ്പോൾ, ദ ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസസ്, അല്ലേ. അപ്പൊ കാലം കഴിയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ ലേബറേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് തുടക്ക കാലഘട്ടത്തിൽ നമുക്കറിയാം യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ തുടർന്ന് എന്ത് ചെയ്തു? തുടക്കത്തിൽ അമിതമായിട്ട് ലേബേഴ്സിനെ യൂസ് ചെയ്തു. പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസസ്. ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസസ്, അതായത് സി ബൈ വി ഇൻക്രീസ് ചെയ്യുന്നു. അതായത് എന്താണത്? മോർ മെഷീനറി റിലേറ്റീവ് ടു ലേബർ. മോർ മെഷീനറി റിലേറ്റീവ് ടു ലേബർ എന്ന് വെച്ചാൽ ലേബറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ മെഷീനറി ഉപയോഗിക്കുന്നു. സി, കോൺസ്റ്റന്റ് ക്യാപിറ്റൽ. വേരിയബിൾ ക്യാപിറ്റലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ക്യാപിറ്റൽ ഉപയോഗിക്കുന്നു. കാരണം നമ്മൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് മാറുന്നു, നമ്മുടെ ഇക്കോണമി കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് മാറുമ്പോൾ ലേബേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറയുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ഓവർ ടൈം, കാലം കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? കൂടുതൽ മെഷീനറി, എന്താണ്, വേരിയബിൾ ക്യാപിറ്റലിന് പകരം ഏത് കൂടുതൽ യൂസ് ചെയ്യുന്നു? കോൺസ്റ്റന്റ് ക്യാപിറ്റൽ. ദാറ്റ് മീൻസ് ലേബേഴ്സിന്റെ എണ്ണം കുറച്ചിട്ട് മെഷീനറി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു. ഇതിനെ പറയുന്ന പേരാണ് ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ. ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ. ആ ലേബറും ക്യാപിറ്റലും തമ്മിലുള്ള കോമ്പോസിഷൻ ആണ് ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ. അത് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ലേബേഴ്സിനെ അപേക്ഷിച്ച് ക്യാപിറ്റലിന്റെ എണ്ണം കൂടുന്നു, ക്യാപിറ്റലിന്റെ അളവ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. കാരണം കാലഘട്ടം കഴിയുമ്പോൾ ഇക്കോണമി അഡ്വാൻസ്ഡ് ആയിട്ട് മാറുമ്പോൾ, ടെക്നോളജിക്കൽ പ്രോഗ്രസ് വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷെ എന്താ അവിടുത്തെ പ്രശ്നം? സിൻസ് ഓൺലി ലേബർ ക്രിയേറ്റ് സർപ്ലസ് വാല്യൂ. മാക്സ് വിശ്വസിച്ച് എന്താണ്? ഓൺലി ലേബേഴ്സ്, അല്ലെ, ലേബേഴ്സ് ആണ് എന്ത് സൃഷ്ടിക്കുന്നത്? സർപ്ലസ് വാല്യൂ സൃഷ്ടിക്കുന്നത്, അല്ലേ? ശരിയല്ലേ? ലേബേഴ്സ് ആണ് സർപ്ലസ് വാല്യൂ സൃഷ്ടിച്ചത്. ദ റൈസിംഗ് കോമ്പോസിഷൻ ടെൻസ് ടു കോസ് ദ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ടു ഫാൾ ഇൻ ദ ലോങ് റൺ. അപ്പോൾ ഈ ലേബേഴ്സിന്റെ എണ്ണം കുറയ്ക്കുമ്പോൾ എന്തും കുറയും? സർപ്ലസ് വാല്യൂയും കുറയും. അപ്പോൾ ഈ ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ, അതായത് ക്യാപിറ്റലിന്റെ ഓർഗാനിക് കോമ്പോസിഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഫലമായി, അതായത് ലേബേഴ്സിനെ അപേക്ഷിച്ച് ക്യാപിറ്റലിന്റെ എണ്ണം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ടെൻസ് ടു കോസ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് ടു ഫാൾ. റേറ്റ് ഓഫ് പ്രോഫിറ്റ് കുറയുന്നു. കാരണം എന്താണ്? ഇവിടെ സർപ്ലസ് വാല്യൂ ഇല്ലാതെ വരുന്നു. കാര്യം സർപ്ലസ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? ലേബറേഴ്സ് ആണ്. അപ്പോൾ സർപ്ലസ് വാല്യൂ ഇല്ലെങ്കിൽ കുറയുമ്പോൾ പ്രോഫിറ്റ് കുറയില്ലേ? ലോങ് റണ്ണിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു?
റേറ്റ് ഓഫ് പ്രോഫിറ്റ് കുറയുന്നു. കാരണം അവിടെ ക്യാപിറ്റൽ ഉപയോഗിച്ചു, ശരിയാണ്. പക്ഷേ ക്യാപിറ്റൽ മാർക്സ് പറയുന്നത് എന്താണ്? ക്യാപിറ്റലിന്റെ വാല്യൂ എക്സ്ട്രാ വാല്യൂ ഒന്നും, പുതിയ വാല്യൂ, ന്യൂ വാല്യൂ ഒന്നും ഔട്ട്പുട്ടിൽ സൃഷ്ടിക്കത്തില്ല. ക്യാപിറ്റലിന്റെ വാല്യൂ എന്താണോ അത് മാത്രമേ സൃഷ്ടിക്കൂ. വെച്ചാൽ ക്യാപിറ്റലിന്റെ കോസ്റ്റിന് തുല്യമായിട്ട് മാത്രമേ അവർ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യത്തുള്ളൂ? കോൺട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ. എക്സ്ട്രാ കോൺട്രിബ്യൂട്ട് ചെയ്തില്ല. എക്സ്ട്രാ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാണ്? ലേബറേഴ്സ് ആണ്. അതാണ് സർപ്ലസ് വാല്യൂ. സർപ്ലസ് ഇപ്പൊ ലേബേഴ്സിന്റെ എണ്ണം കുറയ്ക്കുമ്പോൾ എന്ത് കുറയും? സർപ്ലസ് വാല്യൂ കുറയും. സർപ്ലസ് വാല്യൂ കുറയുമ്പോൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് കുറയും. എവിടെ? ഏത് പീരീഡിൽ? ലോങ് പീരീഡിൽ. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, ഇതാണ് എന്ത്? മാക്സിയൻ തിയറി എന്ന് പറയുന്ന മാക്സിയൻ തിയറിയുടെ പ്രധാനപ്പെട്ട കണ്ടന്റ്. മാക്സിയൻ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷന്റെ കണ്ടന്റ്. ഇതിനകത്ത് ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ, സർപ്ലസ് വാല്യൂ, റേറ്റ് ഓഫ് സർപ്ലസ് വാല്യൂ, ഇതൊക്കെ പഠിച്ചു വച്ചിരിക്കണം. എക്സാമിന് ചോദിക്കും. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമ്മൾ അടുത്ത ഡിസ്ട്രിബ്യൂഷൻ തിയറിയിലേക്ക് പോകുന്നു. എന്താണ്? കലസ്കീസ് തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. കലസ്കീസ് തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. കേട്ടോ, കലസ്കീസ് തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. പുതിയൊരു ഇക്കോണമിസ്റ്റ് ആണ് അദ്ദേഹം. ഡിസ്ട്രിബ്യൂഷൻ, ഈ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഒരുപാട് ഇക്കോണമിസ്റ്റുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നമുക്ക് സിലബസിലുള്ളത് മാത്രം നമുക്ക് മതിയല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഒരുപാട് വ്യാഖ്യാനങ്ങൾ, ഒരുപാട് തിയറീസ് ഉണ്ട്. ഇതാരാണ് ഡെവലപ്പ് ചെയ്തത്? ഡെവലപ്ഡ് ബൈ മൈക്കൽ കെലസ്കി. മൈക്കൽ കെലസ്കി കേട്ടോ, മൈക്കൽ കെലസ്കി ആണ് എന്ത് ചെയ്തത്? ഡെവലപ്പ് ചെയ്തത്. He offers a structural approach to how national income is divided between profits and wages in a capitalist economy. ശ്രദ്ധിക്കുക. He offers, Michael Kelaski offers a structural approach to how national income is divided. എങ്ങനെയാണ് ദേശീയ വരുമാനം ഡിവൈഡ് ചെയ്യപ്പെടുന്നത് between profit and wages in a capitalist economy. ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ പ്രോഫിറ്റ് ആയിട്ടും വേജസ് ആയിട്ടും ലാഭമായിട്ടും വേതനമായിട്ടും എങ്ങനെയാണ് നാഷണൽ ഔട്ട്പുട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതാണ് കെലസ്കി ഡിസ്ട്രിബ്യൂഷൻ തിയറിയിലൂടെ പറയുന്നത്. അപ്പോൾ ഏതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്? അത് നോട്ട് ചെയ്യുക. ഏതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്? പ്രോഫിറ്റ് ആൻഡ് വേജസ്. അതായത് നാഷണൽ ഇൻകം, നാഷണൽ ഔട്ട്പുട്ട് പ്രോഫിറ്റ് ആയിട്ടും വേജസ് ആയിട്ടും എങ്ങനെയാണ് ആളുകൾക്കിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് എന്നതാണ് ആര് പറയുന്നത്? കെലസ്കി തിയറി പറയുന്നത്. ഓക്കെ, അവിടെ പ്രോഫിറ്റിൻ്റെയും വേജസിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ അത് നോട്ട് ചെയ്യണം. It differs from both the classical and neoclassical theories. ഈ കെലസ്കിയുടെ തിയറി എന്ന് പറയുന്നത് ഏതിൽ നിന്നും വ്യത്യസ്തമാണ്? ക്ലാസിക്കൽ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും. ക്ലാസിക്കൽ തിയറി എന്ന് വെച്ചാൽ റിക്കാർഡോയുടെ തിയറി, മാക്സിന്റെ തിയറി, ഇതൊക്കെയാണ് ക്ലാസിക്കൽ തിയറി. അതുപോലെ പിന്നീട് വന്ന നിയോ ക്ലാസിക്കൽ തിയറീസ് ഉണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് കെലസ്കിയുടെ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. കാരണം എന്താണ്? ബൈ എംഫസൈസിങ് മാർക്കറ്റ് സ്ട്രക്ചർ. അത് എന്തിനു എംഫസൈസ് ചെയ്യുന്നു? എന്തിനു ഊന്നൽ കൊടുക്കുന്നു? മാർക്കറ്റ് സ്ട്രക്ചറിന് ഊന്നൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് മൊണോപ്പൊളിക്ക് ഊന്നൽ കൊടുക്കുന്നു. മാർക്കറ്റ് സ്ട്രക്ചർ നമ്മൾ പഠിച്ചില്ലേ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി മാർക്കറ്റ്, മൊണോപ്പൊളിസ്റ്റിക്. ആ മാർക്കറ്റ് സ്ട്രക്ചറിനെ എംഫസൈസ് ചെയ്തുകൊണ്ടാണ് ഡിസ്ട്രിബ്യൂഷൻ തിയറി ആവിഷ്കരിച്ചിരിക്കുന്നത്? കെലസ്കി ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലാസിക്കൽ, നിയോ ക്ലാസിക്കൽ അങ്ങനെ മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ചൊന്നും പ്രതിപാദിക്കുന്നില്ല. പ്രത്യേകിച്ച് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇവിടെ ഏതിൻ്റെയാണ്? ഡിഗ്രി ഓഫ് മൊണോപ്പൊളി. മൊണോപ്പൊളി മാർക്കറ്റിൽ മൊണോപ്പൊളിയുടെ ഡിഗ്രി എന്ന് വെച്ചാൽ ഡിഗ്രീസ് ഓഫ് മൊണോപ്പൊളി നമ്മൾ പറഞ്ഞതാണ് അല്ലേ? ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ ഡിഗ്രീസ് ഓഫ് മൊണോപ്പൊളിയെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കെലസ്കി തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഡെവലപ്പ് ചെയ്തത്. പക്ഷേ ക്ലാസിക്കൽസും നിയോ ക്ലാസിക്കൽസും തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഡെവലപ്പ് ചെയ്തത് അങ്ങാ ബേസിസിലല്ല. അതുകൊണ്ട് ആണ് പറയുന്നത് ക്ലാസിക്കൽസിൽ നിന്നും നിയോ ക്ലാസിക്കൽസിൽ നിന്നും വ്യത്യസ്തമാണ് കെലസ്കിയുടെ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്തിനൊക്കെയാണ് ഊന്നൽ കൊടുക്കുന്നത്? കെലസ്കി എന്തിലൊക്കെ ഊന്നൽ കൊടുക്കുന്നു തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ? മാർക്കറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് മൊണോപ്പൊളിക്കും, ആൻഡ് പ്രൈസിംഗ് ബിഹേവിയർ, വില നിർണയത്തിന് ഊന്നൽ കൊടുക്കുന്നു. ആസ് ദ കീ ഡിറ്റർമിനൻസ് ഓഫ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. അദ്ദേഹം പറയുന്നത് ഇൻകം ഡിറ്റർമിനൻസിന്റെ അല്ലെങ്കിൽ ഇൻകം ഡിസ്ട്രിബ്യൂഷന്റെ കീ ഡിറ്റർമിനന്റ് അല്ലെ, വരുമാന വിതരണത്തിന്റെ, ദേശീയ വരുമാന വിതരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മാർക്കറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് മൊണോപ്പൊളിയും പ്രൈസിംഗ് ബിഹേവിയറുമാണ്. അത് ഓർത്തിരിക്കുക. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇതിന്റെ ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ കെലസ്കി തിയറിയിൽ പറയുന്നത് എന്താണ്? ഇൻകം ഡിസ്ട്രിബ്യൂഷന്റെ കീ ഡിറ്റർമിനന്റ്, വരുമാന വിതരണത്തിന് പ്രധാനമായിട്ടും നിർണ്ണയിക്കുന്നത്, നമ്മൾ മാക്സിയൻ തിയറിയിൽ സർപ്ലസ് വാല്യൂ പറഞ്ഞതുപോലെ ഇവിടെ ഇൻകം ഡിസ്ട്രിബ്യൂഷനെ നിർണ്ണയിക്കുന്നത് രണ്ട് പേരാണ്. ഒന്ന് മാർക്കറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് മൊണോപ്പൊളി, രണ്ട് പ്രൈസിംഗ് ബിഹേവിയർ. രണ്ടാരാണ്? പ്രൈസിംഗ് ബിഹേവിയർ. ഇത്രയുമാണ് നമ്മുടെ ക്ലാസ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.